بسم الله الرحمن الرحيم. إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وسندنا السيد تقييد محمد الدارمي رضي الله عنه والله إلى حضرات مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. أستاذنا السيد علي بن أستاذ جميع مشايخنا الذين مات بها الشرف رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷിയാകുന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മഹാനായ മുസന്നിഫ് റഹ്മഹുല്ലാ പറയുന്നു, ആ സാക്ഷിത്വം റസൂലുള്ളാഹിൽ സംക്ഷിപ്തമാണ്. അതേ പ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് നിലയിൽ പരിപൂർണമായ നിലയിൽ ഇത്തിബാഅ് ചെയ്ത അമ്പിയാക്കന്മാർ, അല്ല സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാരൊക്കെ സാക്ഷിയാവുന്ന ആള്. മനസ്സിലാക്കിയൊക്കെ നല്ലതാണ്. മുബശ്ശിറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുന്ന ആളായിക്കൊണ്ടുമാണ് അയച്ചത്. ആർക്ക്? ലി അഹ്ലി ത്വാഅത്തിഹി, റസൂലുള്ളാഹിനെ വഴിപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ അല്ലാഹു തആലാനെ വഴിപ്പെടുന്നവർക്ക്. വനദീറൻ ലി അഹ്ലി മഅസിയത്തിഹി, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും പാപം ചെയ്യുന്നവർക്ക് താക്കീതുമായിക്കൊണ്ട്. ഇതിന്റെ എല്ലാം വിശദീകരണം ഇനി പിന്നീട് കുറെ കഴിഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് ഇവിടെ ആശയക്കാരെഴുതുന്നുണ്ട്. മുബശ്ശിർ വനദീറൻ ലി അഹ്ലി മഅസിയത്തിഹി. വദാഇയൻ ഇലാ തൗഹീദിഹി, അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനും, വഇബാദത്തിഹി, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതിനുമാണ് തങ്ങളെ നാം എന്ത് ചെയ്തത്? അയച്ചത് എന്ന്. മുബശ്ശിറൻ ലി അഹ്ലി ത്വാഅത്തിഹി, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് പ്രതിഫലം കിട്ടുമെന്ന്, ദുഃഖവാർത്ത അറിയിക്കുന്നത് ശിക്ഷ കിട്ടുമെന്ന്, പരിശുദ്ധമായ ദീനിലേക്ക് എന്ത് ചെയ്യണം? ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു തആല എന്റെ പ്രവാചകൻ ജനങ്ങളിലേക്ക് ക്ഷണിക്കുക, ജനങ്ങളെ ക്ഷണിക്കുക ഖുർആൻ ശരീഫിലേക്കും അല്ലാഹുവിന്റെ ദീനിലേക്കും. വസിറാജൻ, വിളക്കുമായിക്കൊണ്ട് അയച്ചു. മുനീറൻ, കത്തിപ്രകാശിക്കുന്ന വിളക്ക്. യഖ്തദീബി, അത് കാരണമായിക്കൊണ്ട് സന്മാർഗത്തിലാകും. ലിൽ ഹഖി, സത്യബാന്ധാവിലേക്ക് വരും. അപ്പോൾ പ്രകാശിപ്പിക്കുന്ന ആളാണ് റസൂലുള്ളാഹ്, പ്രകാശമാണ് റസൂലുള്ളാഹ്. ആ പ്രകാശത്തിൽ നിന്നാണ് സർവ്വതും ഇവിടെ ഉണ്ടായതും ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും നടക്കുന്നതും ഇന്നലെ നടന്നതും എല്ലാം. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ്ദുനാ വഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു എന്നാണല്ലോ പറഞ്ഞത്. حدثنا الشيخ أبو محمد بن عتاب حدثنا أبو القاسم حاتم بن محمد حدثنا أبو الحسن القابسي حدثنا أبو زيد المروزي حدثنا أبو عبد الله محمد بن يوسف حدثنا البخاري حدثنا محمد بن سنان حدثنا فليح حدثنا هلال أن عطاء بن يسار أنه قال لقيت عبد الله بن عمرو بن العاص رضي الله تعالى عنه وعنهم, ഞാൻ അംർ ബിൻ അൽ-ആസ് തങ്ങളെ കണ്ടു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നിങ്ങൾ തങ്ങളെപ്പറ്റി എനിക്കൊന്ന് വർത്തമാനം പറഞ്ഞു തരീനെന്ന്. വലിയ വലിയ മഹാന്മാരാണ് ഈ മർവസിയും ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ. അതൊക്കെ നമുക്ക് ചരിത്രം പറയുമെന്ന് നോക്കാം. പിന്നെ ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അഖ്ബിർനി, ഖാല അജൽ വല്ലാഹ്, ആയിക്കോട്ടെ, അതിനിപ്പോൾ പറഞ്ഞാലാണ്, ഇഷ്ടംപോലും പറഞ്ഞാലാണ്, അതിനിപ്പോൾ ഒരു വിഷയമില്ലല്ലോ നമുക്ക്. അജൽ വല്ലാഹ് ഇന്നഹു ലമൗസൂഫുൻ ബിത്തൗറാത്ത്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എന്താണ് വിശേഷിപ്പിച്ചത്? അന്നഹു ബിത്തൗറാത്തി മൗസൂഫുൻ ബിത്തൗറാത്ത് അഖ്ബിർനി അൻ സിഫത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് തൗറാത്തിൽ പറയപ്പെട്ട വിശേഷണങ്ങൾ പറഞ്ഞു തരാനാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം യഹൂദി പണ്ഡിതനാണ്, മുമ്പുള്ള ദീനിൽ പഠിച്ച പണ്ഡിതനാണ്. അപ്പൊ അവരോട് ചോദിക്കാമല്ലോ. അവ മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹു ലമൗസൂഫുൻ ഫിത്തൗറാത്തി ബിബഅദി സിഫത്തിഹി ഫിൽ ഖുർആൻ, ഖുർആൻ ശരീഫിലുള്ള ചില വിശേഷണങ്ങളും എവിടെയുണ്ട്? തൗറാത്തിലുണ്ട്. അജൽ, നഅം എന്നൊക്കെ അതിന്റെ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു തരാം, അതിനിപ്പോ എന്ത് തരാറ്? മനസ്സിലായില്ലേ? അത് ചോദിച്ചതിന്റെ അർത്ഥം മൂസ നബി അലൈഹി സ്വലാമിന്റെ മേൽ ഇറക്കപ്പെട്ട കിതാബിന്റെ പേരാണ് തൗറാത്ത് എന്നുള്ളത്. തൗറാത്ത് മൂസ ഇബ്രാനി ഭാഷയാണതുള്ളത്. അത് അവർക്ക് തിരിയും, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അറബീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അതിനകത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞുതരാം. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറൻ വഹിർസൻ ലിൽ ഉമ്മീന, ഉമ്മീങ്ങൾക്ക് കാവലായിക്കൊണ്ടും അല്ലാഹു അയച്ചതാണെന്നും കൂടിയുണ്ട് തൗറാത്തിൽ. ഹിർസ് ഉമ്മീന എന്നുള്ളത് മക്ക നിവാസികളെ സംബന്ധിച്ചിട്ട് ഉമ്മുൽ ഖുർആൻ എന്ന് പറയില്ല. അപ്പൊ അവരിലേക്ക് ചേർത്തി നോക്കിയവരെന്ന മാന കൊടുക്കാം. ഹിർസൻ ലിൽ ഉമ്മീൻ, ഉമ്മീങ്ങളായ ആൾക്കാർക്ക്, മക്ക നിവാസികൾക്ക് കാവലായിക്കൊണ്ട് അല്ലാഹു അയച്ചതാണ്. അൽ മുറാദു ബിൽ ഉമ്മീന അൽ അറബു ലിഅന്നഹും ലാ കിതാബ ലഹും, ഒരു കിതാബൊന്നുമില്ലല്ലോ. അതാണ്, അതുകൊണ്ടാണ് ഉമ്മി എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനകത്തുണ്ട് അന്ത അബ്ദി വ റസൂലി എന്നൊക്കെ, നിങ്ങൾ എന്റെ ദാസനാണ്, എന്റെ റസൂലാണ്. അല്ല, സമയത്തുക നിങ്ങൾക്ക് ഞാൻ പേര് വെച്ചു അൽ മുത്തവക്കിൽ എന്ന് ഞാൻ പേര് വെച്ചു. അന്ത അബ്ദി വ റസൂൽ, അബ്ദിനെ മുന്തിച്ചാണ് പറഞ്ഞേക്കുന്നത്. അബ്ദിയത്ത് ലാ തദ്ഉനി ഇല്ലാ ബിയാ അബ്ദിഹാ ഫഇന്നഹു അശ്റഫു അസ്മാഇ, ഏറ്റവും ഇസ്മുകളിൽ ഏറ്റവും നല്ല അഷ്റഫായ പേരാണ് അബ്ദ് എന്നാണ്. അല്ലാഹു തആലന്റെ അബ്ദാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് പ്രത്യേകമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ അബ്ദ് എന്ന് പ്രയോഗിച്ചു. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അങ്ങനെ പലയിടത്തും തങ്ങളെന്റെ അബ്ദാണ്, തങ്ങളെന്റെ റസൂലാണ്, നിങ്ങൾക്ക് ഞാൻ മുത്തവക്കിൽ, എല്ലാ വിഷയത്തിലും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പേര് വച്ചിരിക്കുന്നു എന്നും തൗറാത്തിലുണ്ട്. ലൈസ, തങ്ങളല്ല, ബിഗളിൻ വലാ വലീദിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, തങ്ങളല്ല, ലസ്താന പറയേണ്ടത്, തങ്ങളല്ല, എന്തല്ല, വല്ലാതെ ദേഷ്യം കാണിക്കുന്ന ആള് അല്ല. ബിഫദ്ദിൻ, തങ്ങൾ ഫദ്ദ് അല്ല. ഫദ്ദ് എന്ന് പറഞ്ഞാൽ അൽ ഫദ്ദു കമാ ബി അർറജുലു ശദീദ് അൽ ഗലീദുൽ ഖൽബി, ഫദ്ദല്ല, ഭയങ്കര കടുകട്ടിയുള്ള ആളല്ല തങ്ങൾ. വലാ ഗലീദിൻ, ദേഷ്യം പിടിക്കുന്ന ആളല്ല. ഫദ്ദ യഫുദ്ദു,
الفضل فضيل فضالة إذا غلظ حتى يغاب في غير موضعه وغلظ റിഖത്തുൽ ഖൽബ് അല്ലാത്ത ആളല്ല, റിഖത്തുൽ ഖൽബുള്ള ആളാണ്. അങ്ങാടിയിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളല്ല എന്നൊക്കെ തൗറാത്തിലുണ്ട് എന്ന്. വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക എന്ന ഖുർആൻ ശരീഫിലുണ്ടല്ലോ ആയത്തിന്. ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. വലാ യദ്ഫഉ ബിസ്സയ്യിഅത്തി അസ്സയ്യിഅ, തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന ആളല്ല, തിന്മയ്ക്ക് നന്മ കൊണ്ട് നേരിടുന്ന ആളാണ് എന്നും തൗറാത്തിലുണ്ട്. മനസ്സിലായില്ല? പിന്നെ അതേ പ്രകാരം തന്നെ വലാക്കിൻ യഅഫു, തങ്ങൾ അഫു ചെയ്തു കൊടുക്കുന്ന ആളാണ്. വയഗ്ഫിറു, തങ്ങൾ വയംഫിറു യഗ്ഫിറു, തങ്ങൾ പുറത്തു കൊടുക്കുന്ന ആളാണ്. ജനങ്ങൾക്ക് പാവം പുറത്തു കൊടുക്കുന്ന ആളാണ്. അനുബന്ധം തങ്ങളെല്ലാം അള്ളാഹു തആല ഏൽപ്പിച്ചാൽ നമ്മളെ പാവം അള്ളാഹു റസൂലുള്ള പുറത്തു തരട്ടെ. പുറത്തു കൊടുക്കുക വെച്ചാൽ പൊറുക്കാൻ വേണ്ടി നമുക്ക്, പൊറുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹിനോട് തേടുമെന്ന് പറഞ്ഞെടുത്താൽ അതിൻ്റെ മേന. അങ്ങനെയാണ് അതിന് മേന കൊടുക്കാൻ. വയഗ്ഫിറു ലിഅന്ന ഖുൽഖഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിത്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ അഫൂ ചെയ്യും റസൂലുള്ളാഹി. തിന്മയ്ക്ക് നന്മ കൊണ്ട് നേരിടുകയുള്ളൂ, തിന്മയ്ക്ക് തിന്മ കൊണ്ട് നേരിടുകയില്ല. വലാകിൻ യഅഫു വയഗ്ഫിറു. ഫലൻ യഖ്ബിലഹു അല്ലാഹു, അല്ലാഹു തആല അവരെ ഖബള് ചെയ്യുകയില്ല, പിടിച്ചുകൊണ്ടുപോവുകയില്ല. ഹത്താ യുഖീമ ബിൽ മില്ലത്തൽ ഉജ, പരിശുദ്ധമായ മില്ലത്തിനോട് സ്ഥാപിക്കുന്നത് വരെ. മില്ലത്ത് ഇബ്രാഹിം ഹനീഫ എന്നുള്ള മില്ലത്ത് തന്നെ. അനിത്തബി മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞല്ലോ. യഖൂലു, അവർ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. യഫ്തഹു ലഹു അയ്യുനൻ ഉംയ ബിഹി, ആ പ്രവാചകനെ കൊണ്ട് അള്ളാഹു ഫത്ഹ് ചെയ്തു കൊടുക്കും കുരുടന്മാരായ കുരുടുകളുടെ കണ്ണുകളെ, ജഹല് കൊണ്ട് കുരുടായവർ. ആദാനൻ സുമ്മൻ, സത്യം കേൾക്കാത്ത ചെവികളെയും, വഖുലൂബൻ ഗുൽഫൻ, എല്ലാം കൊണ്ട് മൂടിയ ഹൃദയങ്ങളെയും ആ പ്രവാചകൻ മുഖേന അല്ലാഹു തആല എന്ത് ചെയ്യുന്നതാണ്? അല്ലാഹു തആല ഫത്ഹ് കൊടുക്കുന്നതാണ് എന്നും തൗറാത്തിലുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു എന്ന്. വിക്രമിത്തിലും ഇതുപോലത്തെയൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ വ കഅബിൽ അഹ്ബാർ അവരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്.